നമസ്കാരം. ധനുസ് പി എസ് സി ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC ചോദ്യങ്ങളാണ്. ഇനി വരാൻ പോകുന്ന എക്സാമുകളായ LGS എക്സാം, LDC, സ്റ്റോർ കീപ്പർ തസ്തിക, വുമൻസ് പോലീസ് കോൺസ്റ്റബിൾ തസ്തിക, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യപേപ്പറാണിത്. അപ്പോൾ LDC, LGS, സ്റ്റോർ കീപ്പർ തസ്തികൾക്ക് ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുവേണ്ടി പ്രിലിംസ് ക്വസ്റ്റ്യങ്ങൾക്ക് എന്ന രീതിയിൽ LGS ചോദ്യപേപ്പർ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് LGSൻ്റെ ചോദ്യപേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 165/2024 അപ്പോൾ ചോദ്യങ്ങളിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണ്? പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ആരുടെ പ്രസ്താവനയാണ്? ഉത്തരം വില്യം ബെൻഡിക് പ്രഭു. ഉത്തരം വില്യം ബെൻഡിക് പ്രഭു. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമുദ്രങ്ങളെ വെളുപ്പിക്കുന്നു. ഇതാര് പറഞ്ഞതാണ്? വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ വാക്കുകളാണ്. വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ വാക്കുകളാണ്. താഴെ പറയുന്നവയിൽ ശരി പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ പ്രസ്താവന, കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തെ ടോപ്പിയും. 2, ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു ഫൈസാബാദിലെ സ്വാതന്ത്ര്യ സമര നായിക. 3, ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. ഇതിൽ ശരി പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് വരിക. ഒന്നാമത്തെ മാത്രമേ ശരിയുള്ളൂ. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയോ തോപ്പിയും. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അതിൽ നേതൃത്വം വഹിച്ച ആൾക്കാരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന നേതാക്കന്മാരായിരുന്നു ആരൊക്കെ? താന്തിയോ തോപ്പിയും നാനാ സാഹിബും. കാൺപൂർ, നാനാ സാഹിബും താന്തിയോ തോപ്പിയും. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? ഉത്തരം പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ചോർച്ച വന്നത് എന്തുകൊണ്ടാണ്? ദാരിദ്ര്യം വന്നുകൊണ്ടാണ്. പോവർട്ടി വന്നതുകൊണ്ടാണ് ചോർച്ച ഉണ്ടായത്. ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണ്? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടന ഏതാണ്? ഉത്തരം അലിഗഡ് പ്രസ്ഥാനം. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതിക്കായി സ്ഥാപിച്ച സംഘടനയാണ് അലിഗഡ് പ്രസ്ഥാനം. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതെല്ലാം? ഉത്തരം മിറാദ് ഉൽ അക്ബർ, സംവാദ് കൗമുദി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 3ഉം 4ഉം. അതായത് മിറാദ് ഉൽ അക്ബർ, സംവാദ് കൗമുദി എന്നിവയാണ് രാജാറാം മോഹൻ റോയിയുടെ പത്രങ്ങൾ. സംവാദ് കൗമുദി എപ്പോഴും ചോദിക്കുന്നവയാണ്. രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? മിറാദ് ഉൽ അക്ബറും സംവാദ് കൗമുദി. അടുത്ത ചോദ്യം, രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത്? രവീന്ദ്രനാഥ് ടാഗോർ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഡോക്ടർ അയ്യത്താൻ ഗോപാലനെയാണ് കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് ടാഗോർ വിശേഷിപ്പിച്ചത്. ഡോക്ടർ അയ്യത്താൻ ഗോപാലനെയാണ് കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് ടാഗോർ പറഞ്ഞത്. ടാഗോർ അദ്ദേഹത്തെ വിളിച്ചെങ്ങനെയാണ്? കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ്. ആരെ വിളിച്ചു? ഡോക്ടർ അയ്യത്താൻ ഗോപാലനെ ടാഗോർ വിളിച്ചതാണ് എങ്ങനെ? കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ്. ഓക്കെ, അപ്പോൾ അയ്യത്താൻ ഗോപാലൻ്റെ പേരെങ്ങനെ വന്നു? കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്നാര് പറഞ്ഞു? ടാഗോർ പറഞ്ഞു. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം
എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ആമുഖം എഴുതി തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ആമുഖം ജവഹർലാൽ നെഹ്റു. നെഹ്റുവിൻ്റെയാണ് ആമുഖം. നെഹ്റുവിൻ്റെയാണ് നമുക്ക് ആമുഖമുള്ളത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി എന്ത് ബന്ധപ്പെട്ടുള്ളതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തെ ഭേദഗതി ഏതായിരുന്നു? അവസാനത്തെ ഭേദഗതി ഏതായിരുന്നു? ഉത്തരം നിയമനിർമ്മാണ സഭയിലെ സ്ത്രീ സംവരണം ബന്ധപ്പെട്ടുള്ളതാണ്. നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണവും ബന്ധപ്പെട്ടുള്ളതാണ്. നിയമനിർമ്മാണ സഭയിലെ സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു അവസാനത്തെ ഭേദഗതി. നിയമനിർമ്മാണ സഭകളിലെ സ്ത്രീ സംവരണം ബന്ധപ്പെട്ടുള്ളതാണ് അവസാനത്തെ ഭേദഗതി. അവസാനത്തെ ഭേദഗതി എന്ന് പറയുന്നത്. അവസാന ഭേദഗതി നിയമനിർമ്മാണ സഭയിലെ സ്ത്രീ സംവരണം ബന്ധപ്പെട്ടതാണ് അവസാനത്തെ ഭേദഗതി. 106ാമത്തെ ഭേദഗതി നാരീശക്തി ഭേദഗതി. 106ാമത്തെ ഭേദഗതി 106. അടുത്തത്, 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 3 ഉത്തരം വരിക. 4ാം പഞ്ചവത്സര പദ്ധതിക്ക് സ്ഥിരതയോടുകൂടി വളർച്ച, സ്വാശ്രയത്വം. 4ാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോടുകൂടി വളർച്ചയും സ്വാശ്രയത്വവുമായിരുന്നു ലക്ഷ്യം വെച്ചിട്ടുള്ളത്. 4ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ സ്ഥിരതയോടുകൂടി വളർച്ചയും സ്വാശ്രയത്വവുമാണ് ലക്ഷ്യം വെച്ചത്. 4ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ സ്ഥിരതയോടുകൂടി വളർച്ചയും സ്ഥിരതയും സ്വാശ്രയത്വമായിരുന്നു. സ്ഥിരതയും സ്വാശ്രയത്വവും 4. സ്ഥിരതയും സ്വാശ്രയത്വവുമായിരുന്നു 4ാം പഞ്ചവത്സര പദ്ധതി. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി 3 ഉണ്ട്. സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം. സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം. സൈനിക നടപടികളുണ്ടായിരുന്നു, ലയനക്കരാർ ഉണ്ടായിരുന്നു, അനുരഞ്ജനവും ഉണ്ടായിരുന്നു. ഈ 3 ചേരുമ്പോഴാണ് എന്ത് ചെയ്തത്? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കാൻ മാർഗങ്ങളാണ് വന്നിട്ടുള്ളത്. സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം. ഈ 3 കാര്യങ്ങളുമാണ്, ഈ 3 മാർഗങ്ങൾ കൂടിയാണ് സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുവാൻ കാരണമായി തീർന്നത്. ചോദ്യം ഒന്നുകൂടി, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാൻ സ്വീകരിച്ച മാർഗങ്ങൾ ഏതെല്ലാം? സൈനിക നടപടി, ലയനക്കരാർ, അനുരഞ്ജനം എന്നിവയാണ്. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ DS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ മാതൃകയെപ്പറ്റി നിർദ്ദേശിച്ച ഡോക്ടർ CS കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഇതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഏതായാലും ഇവിടെ 10+2+3 എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരമായി വരിക അല്ലേ? ഓപ്ഷന് പക്ഷേ അങ്ങനെയില്ല. ഇവിടെ 10+2+3 എന്നുള്ളതാണ് എന്ത് ഈ ഡോക്ടർ CS കോത്താരി കമ്മീഷൻ പറയുന്ന പരിപാടികൾ. അതായത് 10+2+3 എന്നുള്ളതാണ് കോത്താരി കമ്മീഷൻ്റെ പ്രഖ്യാപനം. അതുമാത്രം ഓപ്ഷനിൽ ഇല്ല, ബാക്കി ജോയിൻ്റെ കിടക്കുന്നുകൊണ്ടാണ് ഉത്തരം അവിടെ ഡിലീറ്റ് ആയി കാണിക്കുക. ഇവിടെ 10+2+3 എന്നുള്ള എപ്പോഴും ഓർക്കുന്നത് കോത്താരി കമ്മീഷൻ്റെ പ്രഖ്യാപനമായിരുന്നു. അടുത്ത ചോദ്യം, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുവാനുള്ള ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതായിരുന്നു? ആൻസർ ഗഗൻയാൻ. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണ്? ഗഗൻയാൻ. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതി ഏതാണ്? ഗഗൻയാൻ. അടുത്ത ചോദ്യം, 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിൽ അറിയപ്പെടുന്നു? 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ യുദ്ധം അല്ലെങ്കിൽ ഏത് ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുക?
ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഓപ്പറേഷൻ സഫേദ് സാഗർ. ആൻസർ ഓപ്പറേഷൻ സഫേദ് സാഗർ. ആൻസർ ഓപ്പറേഷൻ സഫേദ് സാഗർ. ഓപ്പറേഷൻ സഫേദ് സാഗർ. 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ഏതാണ്? 2024 പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിംഗ് 10 മീറ്റർ എയർ പിസ്റ്റൾ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത ഏതാണ്? ആൻസർ മനു ഭാക്കർ. ആൻസർ മനു ഭാക്കർ. ആൻസർ മനു ഭാക്കർ. ആൻസർ മനു ഭാക്കർ. അടുത്തത് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ആൻസർ കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ കൊൽക്കത്തയിലാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ ഏതാണ്? കൊൽക്കത്തയാണ്. കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം കാരക്കോറം. ഉത്തരം കാരക്കോറം. ഉത്തരം ഏതാണ്? കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാരക്കോറം. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് എന്താണ്? ഉത്തരം ഇരുമ്പാണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം കൊടുക്കുന്നത് എന്താണ്? ഇരുമ്പ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം കൊടുക്കുന്നത് എന്താണ്? അതിലുള്ള ഇരുമ്പാണ്. ഇരുമ്പാണ്. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം ഗോദാവരി. ഇന്ദ്രാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഗോദാവരി. ഗോദാവരി ഇന്ദ്രാവതി. ഗോദാവരി ഇന്ദ്രാവതി. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം? ഉത്തരം 2003. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2003. പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2003. 2003 പാമ്പാടും ചോല അല്ലെ പാമ്പാടും ചോലയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ച വർഷം. അടുത്തത് ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ ബി 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ആർക്കുള്ളത്? ഇന്ത്യക്കുള്ളത്. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 7ാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ്? 3.28 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 3.28. അടുത്ത ചോദ്യം. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇടുക്കി ജലവൈദ്യുത പദ്ധതി നിലവിൽ വന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഇടുക്കി പദ്ധതി ഇന്ദിരാഗാന്ധി എന്നോർത്ത് വെക്കുക. 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? 53ാം കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയായിരുന്നു? മമ്മൂട്ടിയാണ്. 53ാമത്തേത് മമ്മൂട്ടി. 53 മമ്മൂട്ടി. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ. 2023 ഏകദിന ലോകകപ്പ് ജേതാക്കൾ ആരായിരുന്നു? ഓസ്ട്രേലിയ ആയിരുന്നു. കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കക്കാട് ജലസേചന പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കക്കാട് ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. കക്കാട് ജലസേചന പദ്ധതി
പത്തനംതിട്ട ജില്ലയിലാണ്. കക്കാട് ജലസേചന പദ്ധതി പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലാണ്. കക്കാട് പത്തനംതിട്ടയിലാണ്. നെക്സ്റ്റ്, കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? 2018. ചക്ക 2018. ചക്ക 2018. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലമായി ചക്ക വന്നു. ചക്ക വന്നത് 2018. റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തതാരാണ്? റാം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ എഴുതിയ നോവലിലെ കഥാപാത്രം അല്ലാത്തതാരാണ്? ഓപ്ഷൻസ്: മല്ലി, രേഷ്മ, സുമതി, കിരൺ. ഉത്തരം ഓപ്ഷൻ സി, സുമതിയാണ്. ഓപ്ഷൻ സി, സുമതിയാണ്. സുമതിയാണ് കഥാപാത്രം അല്ലാത്തത്. മല്ലി, രേഷ്മ, കിരൺ എന്നിവ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിലെ കഥാപാത്രങ്ങൾ. മല്ലി, രേഷ്മ, കിരൺ എന്നിവ. റാം കെയർ ഓഫ് ആനന്ദിയുടെ കർത്താവ് എഴുതിയതാരാണ്? അഖിൽ പി ധർമ്മജൻ. അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി, അതിലെ കഥാപാത്രങ്ങളാണ് മല്ലി, രേഷ്മ, കിരൺ. മല്ലിയും രേഷ്മയും കിരണും. അടുത്ത ചോദ്യം, ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്ര ശതമാനമാണ്? ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന് നിശ്ചയിച്ചിട്ടുള്ള നികുതി എത്രയാണ്? ആൻസർ 30%. ആൻസർ 30%. ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിന്, അങ്ങനെ വരുമാനം കിട്ടുകയാണെങ്കിൽ നികുതി അടയ്ക്കേണ്ടതായി വരുന്നു. അത് 30%. ഏറ്റവും കൂടുതലാണ് 30%. 30%. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട് ജില്ലയിൽ. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ലയിലാണ് വയനാട്. ഏറ്റവും കൂടുതൽ വനഭൂമി ശതമാനാടിസ്ഥാനത്തിനുള്ളത് ഓർത്തു വെക്കണം. കേരളത്തിൽ ശതമാനാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ളത് ആർക്കാണ്? വയനാടിനാണ്. പാതിരാമണൽ സ്ഥിതി ചെയ്യുന്ന ജില്ല. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാതിരാമണൽ ദ്വീപ് എവിടെയാണ്? ആലപ്പുഴ ജില്ല. പാതിരാമണൽ ദ്വീപ് എവിടെയാണ്? ആലപ്പുഴ ജില്ല. പാതിരാമണൽ ദ്വീപ് ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത ചോദ്യം, എഫ് ആകൃതിയിലുള്ള കേരളത്തിലെ കായൽ ഏതാണ്? ശാസ്താംകോട്ട കായൽ. എഫ് ആകൃതിയാണ് ശാസ്താംകോട്ട. ശുദ്ധജല തടാകം കൂടിയാണ്. എഫ് ആകൃതി ആണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. വന്യജീവി സങ്കേതങ്ങളെയും സംരക്ഷിത ജീവികളെയും ചേരുംപടി ചേർക്കുക. ഉത്തരം പറയാം. ഉത്തരം ഓപ്ഷൻ സി ആണ്. അത് വെച്ച് നമുക്ക് കൊണ്ട് മാർക്ക് ചെയ്യാം. ഉത്തരം ഓപ്ഷൻ സി ആണല്ലേ. റീഡ് തവളകൾ കാണപ്പെടുന്ന സ്ഥലം എവിടെയാണ്? കക്കയം ഡാം പഠിച്ചല്ലോ. റീഡ് തവളകൾ കാണപ്പെടുന്ന സ്ഥലമാണ് കക്കയം എന്ന് പറയും. ചാമ്പൽ മലയണ്ണാൻ എവിടെയാണ്? ചാ ചേർത്ത സ്ഥലം തന്നെയാണ്. ചാമ്പൽ മലയണ്ണാൻ ചിന്നാറാണ്. ചാമ്പൽ മലയണ്ണാൻ ചിന്നാർ. സിംഹവാലൻ കുരങ്ങുകൾ. സിംഹവാലൻ ഇവിടെ കാണുന്നുണ്ട്. സൈലൻറ്റ് വാലി പാലക്കാട് ജില്ല. വരയാട് ഇവിടെ കാണുന്നു. വരയാട് എവിടെയാണ്? വരയാട് ഇരവികുളമാണ്. ഇരവികുളം. ഓക്കെ, ഇത് ഹിന്ദു വെച്ചൊക്കെ പഠിക്കുക. അറിയെങ്കില്ലെങ്കിൽ റീഡ് തവളകൾ കക്കയം ഡാം. പിന്നെ ചാമ്പൽ തന്നെ ചിന്നാറാണ് വരിക. ചാമ്പൽ എപ്പോഴും ചോദിക്കുന്നു, ചിന്നാറാണ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലൻറ്റ് വാലിയാണ്. അവിടെ എന്തില്ല? ചീവീടുകൾ ഇല്ല. സൈലൻറ്റ് വാലി ചീവീടുകൾ ഇല്ല. ചാമ്പൽ മലയുടെ എന്താണ്? ചിന്നാറാണ്. സിംഹവാലൻ കുരങ്ങ് സൈലൻറ്റ് വാലി. വരയാട് ഇരവികുളം. ഓക്കെ, വരയാട് ഇരവികുളം ഇവിടെ പറയാം. റീഡ് തവളകൾ കക്കയം ഡാം. ചാമ്പൽ മലയണ്ണാൻ ചിന്നാറാണ്. സിംഹവാലൻ കുരങ്ങുകൾ സൈലൻറ്റ് വാലിയാണ്. വരയാടുകൾ ഇരവികുളത്താണ്. ഓക്കെ, അടുത്തത്, താഴെ പറയുന്നവയിൽ
ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? പ്രസ്താവനകൾ നോക്കാം. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം 3214 കിലോമീറ്ററാണ്. ഇന്ത്യയുടെ മാനക രേഖാംശം 82 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ കോളാണ്. ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിൻ്റാണ്. അവിടെ ഉത്തരം എന്താണ്? ഇതെല്ലാം തന്നെ ശരിയാണ്. തെക്ക് വടക്ക് നീളമൊക്കെ എല്ലാം തന്നെ ശരിയാണ്. ഓക്കെ, ഓപ്ഷൻ ഡി നമുക്ക് ഉത്തരമായി വരുന്നു. ഓപ്ഷൻ ഡി നമുക്ക് ഉത്തരം. എല്ലാം ശരിയെന്നുള്ളതാണ് ആൻസർ. എല്ലാം ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായവ ഏതെല്ലാം? ജലസേചന പദ്ധതികൾ. ഉത്തരം നമുക്ക് പറയാം. ഉത്തരം ഓപ്ഷൻ സി മാത്രമാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 4ഉം മാത്രമാണ് ജലസേചന ബന്ധപ്പെട്ട പ്രസ്താവനകൾ. ഇന്ത്യയിലെ ജലസേചന പദ്ധതികളാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം 2ഉം 4ഉമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ട് മീൻസ് കല്ലട, നാഗാർജുന സാഗർ. കല്ലണ ആണ് നോക്കണ്ട, നാഗാർജുന സാഗർ. ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ അണക്കെട്ടാണ് ഹിരാക്കുഡ്. ലോകത്തിലെ ഏറ്റവും വലിയ കല്ലണക്കെട്ടാണ് നാഗാർജുന സാഗർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലോ? ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ. ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ. അടുത്ത ചോദ്യം. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണ്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോക്സഭയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ബന്ധമില്ലാത്തത് 1ഉം 2ഉമാണ് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. ഓക്കെ, 1ഉം 3ാമത്തതില്ല ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി ആണ്. ലോക്സഭ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ് ഇവിടെ ലോക്സഭയിലുള്ളത്. നമുക്കറിയാവുന്ന കാര്യം, ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ്. ലോക്സഭ ഇലക്ഷൻ ഓർത്താൽ മതി. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ് ലോക്സഭയിലേക്ക് വരുന്നത് അല്ലേ. പിന്നുള്ളത് സംസ്ഥാനങ്ങൾ അല്ലല്ലോ. 4ാമത്തത് ജനപ്രതിനിധി സഭ എന്നും അറിയപ്പെടുന്ന ആരെയാണ്? ലോക്സഭയുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. ചോദ്യം ഒന്നുകൂടി. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമായ ലോക്സഭയെക്കുറിച്ചുള്ള ബന്ധമില്ലാത്തവ 1ഉം 3ഉമാണ്. 1ഉം 3ഉമാണ് ബന്ധമില്ലാത്തവ അല്ലേ. ലോക്സഭയുടെ നല്ല കാര്യങ്ങൾ ഏതൊക്കെ? ലോക്സഭ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളാണ് ഏത്? ലോക്സഭയിൽ. ജനങ്ങൾ ലോക്സഭ ഇലക്ഷൻ എന്നോർക്കാം. അതുപോലെ ജനപ്രതിനിധി സഭ എന്നും അറിയപ്പെടുന്നു അല്ലേ. നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ് ഇങ്ങോട്ട് പോവുക, അവിടെ മന്ത്രിസഭയിലേക്ക് പോവുക. അപ്പോൾ ജനപ്രതിനിധി സഭയെന്നും ജനപ്രതിനിധികളുടെ സഭയെന്നും ലോക്സഭ അറിയപ്പെടുന്നു. ഓക്കെ, 1 ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളാണ് ലോക്സഭ ഇലക്ഷൻ നോക്കാം. പിന്നെ ജനപ്രതിനിധി സഭയെന്നും ഇതിനെ അറിയപ്പെടുന്നു. ഓക്കെ അല്ലോ. നെക്സ്റ്റ് ചോദ്യം. ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. വരാഹമിഹിരൻ, കാളിദാസൻ, വിശാഖദത്തൻ, ശൂദ്രകൻ എന്നിവ അതിന് ചേരുംപടി ചേർക്കുക നമുക്ക് വരുന്നു. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ് വരിക അല്ലേ. വരാഹമിഹിരൻ, അതിൻ്റെയൊക്കെ മലയാളത്തിൻ്റെ കലാസാംസ്കാരിക ഭാഗത്തെ ക്വസ്റ്റ്യൻ പോയിട്ടുണ്ട്. വരാഹമിഹിരൻ എന്ന് പറയുമ്പോൾ എന്താണ്? ലഘുജാതകം. വരാഹമിഹിരൻ്റെ ലഘുജാതകം. കാളിദാസൻ്റെ ഏതാണ്? കാളിദാസൻ്റെ വിക്രമോർവശീയം. വിശാഖദത്തൻ്റെ നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ് മുദ്രരാക്ഷസം അല്ലേ. വിശാഖദത്തൻ്റെ മുദ്രരാക്ഷസം. ശൂദ്രകൻ്റെ എന്താണ്? ശൂദ്രകണ്ഠത് മൃച്ഛകടികമാണ് അല്ലേ. വരാഹമിഹിരൻ്റെ ലഘുജാതകം. കാളിദാസൻ്റെ വിക്രമോർവശീയം. വിശാഖദത്തൻ്റെ മുദ്രരാക്ഷസം. ശൂദ്രകൻ്റെ മൃച്ഛകടികമെന്നും പറയും. ഓക്കെ, നമുക്ക് അറിയാവുന്ന വെച്ചിട്ട് നമ്മൾ ആദ്യം ഇത് മാച്ച് ചെയ്ത് നോക്കണം. പിന്നീട് ഇത് ബാക്കി കളഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഇവിടെ വിശാഖദത്തന് എപ്പോഴും എല്ലാവർക്കും അറിയുന്ന ഒന്നാണ് മുദ്രരാക്ഷസം അല്ലേ. അത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയുമേ ഉള്ളൂ. ബാക്കി 2എണ്ണം സിയും ഡിയും നമുക്ക് കളയാം അപ്പോൾ അല്ലേ. ബാക്കി പിന്നീട് ചെയ്യാം. വരാഹമിഹിരൻ്റെ അറിയത്തില്ലെങ്കിൽ പോലും പിന്നെ എന്താ, കാളിദാസനെ അറിയാമായിരിക്കും എല്ലാവർക്കും. കാളിദാസനെ അറിയാൻ പറ്റും അല്ലേ. കാളിദാസനെ അറിയാം, അപ്പോൾ അത് ചെയ്യാൻ പറ്റും. കാളിദാസൻ്റെ വിക്രമോർവശീയം 2 എ വരുന്ന ഏതാണ്? ബി മാത്രമേ ഉള്ളൂ. അങ്ങനെയും ചെയ്യാൻ പറ്റും. ഓക്കെ,
അപ്പോൾ ഉത്തരം ഒന്നുകൂടി. വരാഹമിഹിരൻ്റെത് ലഘുജാതകം, കാളിദാസൻ്റെ വിക്രമോർവശീയം, വിശാഖദത്തൻ്റെത് മുദ്രരാക്ഷസം, ശൂദ്രകൻ്റെത് മൃച്ഛകടികം. അടുത്തത് കൃത്രിമോപഗ്രഹം ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതാണ്? PSLV C-57. ഇപ്പോൾ 24 ചോദിച്ചാണെന്ന് കരുതി ഇനിയും ചോദിക്കത്തില്ല എന്നൊന്നുമില്ല. അപ്പോൾ PSLV C-57 ഓർക്കുക. സമൂഹശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ആഗസ്റ്റ് കോംതെ. സമൂഹശാസ്ത്ര പിതാവ് ആരാണ്? ആഗസ്റ്റ് കോംതെ. 2022 ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം ഏത് ഭൂഖണ്ഡത്തിൽ നിന്നായിരുന്നു? തെക്കേ അമേരിക്ക. അടുത്ത ചോദ്യം, മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നതാണ് 2023 ലോക ഡാഷ് ദിന സന്ദേശം. മണ്ണും വെള്ളവുമായി ബന്ധപ്പെട്ടൊരു കാര്യം. ഉത്തരം ഏത് വരും? മണ്ണ് ദിനം. മണ്ണും വെള്ളവും ജീവൻ്റെ ഉറവിടം എന്നുള്ളത് 2023 ലോക മണ്ണ് ദിന സന്ദേശമായിരുന്നു. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം ഏതാണ്? അദ്ദേഹത്തിൻ്റെ ജന്മദേശം. ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശമാണ്. ഇപ്പോഴത്തെ ജന്മദേശം ഏതാണ്? ഉത്തരം പോർച്ചുഗൽ. 2023 സാമ്പത്തിക ശാസ്ത്രം നോബൽ ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ക്ലോഡിയ ഗോൾഡിൻ. സാമ്പത്തിക ശാസ്ത്രം ക്ലോഡിയ ഗോൾഡിൻ അല്ലേ? എപ്പോഴും ചോദിക്കുക, റിപ്പീറ്റ് ചോദ്യമായിരുന്നു ഓപ്ഷനത്തതും. 2025 പോലും റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്. 2023 സാമ്പത്തിക ശാസ്ത്രം നോബൽ ലഭിച്ചത് ആർക്കായിരുന്നു? ക്ലോഡിയ ഗോൾഡിൻ. നെക്സ്റ്റ് ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ചെറുകുടലുമായി യോജിച്ച പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ്. വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗമാണ്. ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗമാണ്. ഉത്തരമായിട്ട് പറഞ്ഞിട്ടുള്ളത് ബി തന്നെയാണ് ഉത്തരമായിട്ടുള്ളത്. ഇവിടെ പ്രധാനപ്പെട്ട 1, 2, 3 ഭാഗങ്ങളും ശരിയാണ്. ഓക്കെ, അപ്പോൾ നോക്കാം. ചെറുകുടൽ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിച്ച ആഹാരങ്ങൾ പൂർണ്ണമായും ദഹിക്കുന്ന ഭാഗമാണെന്ത്? ചെറുകുടൽ അല്ലേ? നമ്മൾ വായി വെച്ച് കഴിക്കുന്നു, അന്നനാളത്തിലേക്ക് കൂടെ നാളത്തിൽ വഴി ഫുഡ് കടന്നു വരുന്നു. പിന്നീട് ആമാശയത്തിലേക്ക് വരുന്ന അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടല്ലേ, അപ്പോൾ കുറച്ച് ദഹിക്കുന്നു, കൈമെന്ന കുഴമ്പ് രൂപത്തിലാകുന്നു. ശേഷം പക്വാശയമൊക്കെ വരുന്നുണ്ടല്ലേ, അത് കഴിയുമ്പോൾ ചെറുകുടലാണ് വരിക. ആ പക്വാശയം വരുന്നു, അവിടെ ബയൽ ഗ്ലാഡറും ഇല്ല അതുപോലുള്ള സാധനങ്ങൾ, പാൻക്രിയാസ് ഗ്രന്ഥികളും ഒക്കെ ഉണ്ട്. അപ്പോൾ അപ്പോഴും കുറച്ച് ദഹനമൊക്കെ വരുന്നു. പിന്നെന്താണ്, ചെറുകുടലിലേക്ക് വരുമ്പോൾ നമ്മുടെ കഴിച്ച ഫുഡിൻ്റെ ദഹനം പൂർണ്ണമായും നടക്കുന്ന സ്ഥലമാണെന്ത്? ചെറുകുടൽ. നമ്മൾ കഴിച്ച ആഹാരത്തിൻ്റെ ദഹനം പൂർണ്ണമായും നടക്കുന്ന ഭാഗമാണ് ചെറുകുടൽ. അപ്പോൾ വായുണ്ട്, അത് കഴിഞ്ഞ് എന്താണ്, നമ്മൾ അന്നനാളമുണ്ട്, അത് കഴിഞ്ഞ് ആമാശയമുണ്ട്, അത് കഴിഞ്ഞ് സൈഡിൽ ഇങ്ങനെ ഈ വളഞ്ഞ് കാണുന്ന ചെറുത് പക്വാശയം, അത് കഴിഞ്ഞ് എന്താണ്? ചെറുകുടൽ. അപ്പോൾ ആമാശയത്തിൻ്റെയും ചെറുകുടലിൻ്റെ ഇടയ്ക്കുള്ള ഭാഗമാണെന്ത്? പക്വാശയം എന്ന് പറയും. അവിടെ എന്ത് വരുന്നുണ്ട്? കുറേ ഗ്ലാൻഡ്, നമ്മുടെ ഏതാണ് പാൻക്രിയാസ് ഗ്രന്ഥികളൊക്കെ വരുന്നത് ആ ഭാഗത്തു നിന്നാണ്. അത് കഴിഞ്ഞ് ചെറുകുടലിൽ വരുമ്പോഴത്തേക്കിന് ആഹാരം പൂർണ്ണമായും ദഹിച്ചു കഴിയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എന്തുണ്ട്? അതിൻ്റെ ഭിത്തിയിൽ, ചെറുകുടലിൻ്റെ ഭിത്തിയിൽ ആരുണ്ട്? വില്ലസുകൾ കാണപ്പെടുന്നില്ലേ? ചെറുകുടലിൻ്റെ ഭിത്തിയിൽ വിരലുകൾ പോലെ കാണപ്പെടുന്ന ഭാഗമുണ്ട്, അതാണെന്ത്? വില്ലസുകൾ എന്ന് പറയും. ആ വില്ലസുകളിലേക്കാണ് എന്ത് ചെയ്യുക? നമ്മൾ കഴിച്ച ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നുള്ള ഫാക്ട് ശരിയാണ് അല്ലേ? അത് ചെയ്യപ്പെടണമെങ്കിൽ ആര് വേണം? ഇവിടെ വില്ലസുകൾ കാണപ്പെടുന്നു. അപ്പോൾ ചെറുകുടലിൽ ആരുണ്ട്? ചെറുകുടലിൻ്റെ ഭിത്തിയിലാണ് എന്ത് കാണപ്പെടുക? വില്ലസുകൾ കാണപ്പെടുന്നു. ആ വില്ലസുകളിലേക്കാണ് എന്ത് ചെയ്യുക? നമ്മൾ കഴിച്ച ആഹാരത്തിൻ്റെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്തത്. വില്ലസുകളിൽ കാണുന്നുണ്ട്, രക്തക്കുഴലുകൾ കാണപ്പെടുന്നുണ്ട്. അവയിലേക്കാണ് നമ്മൾ കഴിച്ച ആഹാരത്തിൻ്റെ പോഷകഘടകങ്ങൾ എത്തുക. ഈ പോഷകഘടകങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? നമ്മൾ കഴിക്കുന്ന ചോറ് കഴിക്കും, കറി കഴിക്കില്ല. അപ്പോൾ എന്തൊക്കെ ആയിരിക്കണം അല്ലേ? മീൻ കഴിക്കും, ഇറച്ചി, പാലൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെ കിട്ടും?
ചോറ് എന്ന് പറയുമ്പോൾ നമ്മുടെ ധാന്യകം അല്ലേ, ധാന്യകം അല്ലെങ്കിൽ എന്തായിട്ട് മാറും, ഏറ്റവും അവസാനം എന്തായിട്ട് മാറുന്നത് ഗ്ലൂക്കോസ് ആയിട്ട് മാറും. ധാന്യകങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ചോറ് സ്റ്റാർച്ചൊക്കെ എന്തായിട്ട് മാറുന്നത് ഗ്ലൂക്കോസ്, അത് പോഷക ഘടകം, അതാണ് ഗ്ലൂക്കോസായിട്ട് മാറുന്നു. ഏറ്റവും ചെറിയ ഘടകമാണിത് പോഷകങ്ങൾ എന്ന് പറയാം. അപ്പോൾ ഗ്ലൂക്കോസായിട്ട് മാറുന്നുണ്ട്, അത് ഏറ്റവും ചെറുതായിട്ട് മാറും. പിന്നീട് നമ്മൾ കഴിക്കുന്ന മാംസ്യങ്ങൾ എന്ന് പറയുമ്പം അതുപോലെ മീറ്റൊക്കെ എന്തായിട്ട് മാറും, നമ്മൾ കഴിക്കുന്നത് മാംസ്യങ്ങൾ അമിനോ ആസിഡായിട്ട് മാറുന്നുണ്ട്, അമിനോ ആസിഡുകളായിട്ട് മാറുന്നു. അതായത് മാംസ്യം ഇറച്ചി എന്നൊക്കെ പറയുന്നത് എന്താണ് അമിനോ ആസിഡ്, പ്രോട്ടീൻസ് എല്ലാം എന്താണ് പ്രോട്ടീൻസ്, മാംസ്യങ്ങൾ അമിനോ ആസിഡുകളായിട്ട് മാറുന്നു. ബാക്കി എണ്ണയും കൊഴുപ്പും എന്തായിട്ട് മാറുന്നുണ്ട് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമായി മാറും. അപ്പോൾ ഇതാണ് പോഷകഘടകങ്ങൾ. അങ്ങനെ ആയെങ്കിൽ മാത്രമേ എങ്ങോട്ട് പോകുള്ളൂ, ചെറുകുടലിൻ്റെ ഭിത്തിയിലുള്ള വില്ലസുകളിലുള്ള രക്തത്തിലേക്ക് ഈ പോഷകഘടകങ്ങൾ ആഗിരണം ചെയ്യപ്പെടുകയുള്ളൂ. ചോറായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഗ്ലൂക്കോസ് അല്ല സ്റ്റാർച്ചായിട്ട് ധാന്യകമായിട്ട് ഒരിക്കലും അതിനെ ആഗിരണം ചെയ്യപ്പെടില്ല. ഏറ്റവും ചെറിയ ഘടകങ്ങൾ ഏറ്റവും ചെറിയ പോഷകങ്ങളാക്കി മാറ്റെങ്കിൽ മാത്രമേ ദഹിച്ച് പോഷകങ്ങളായി മാറുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അത് ചെറുകുടലിൻ്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന വില്ലസുകൾ വഴിയുള്ള അതിനകത്തുള്ള രക്തക്കുഴൽ വഴി മറ്റെല്ലാ ഭാഗങ്ങളിലേക്കും പോവുകയുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗവും ഇവിടെ എല്ലാം ആഗിരണം ചെയ്യപ്പെടും. ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെടുന്ന ഭാഗവും ഇതാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഇത് ഈ ജലവും ലവണവും, കാരണം ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് ബി റെഡിലാണ് കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഓപ്ഷനും ഉണ്ട്. പക്ഷേങ്കിൽ ജലവും ലവണവും പുനരാഗിരണം ചെയ്യപ്പെടുന്ന സ്ഥലം വേറൊന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. ഓക്കെ, ഇതും ശരിയാണ്, കാരണം എല്ലാം എന്താണ് അതുവഴിയാണ് അങ്ങോട്ട് ആഗിരണം ചെയ്യപ്പെടുക. പക്ഷേങ്കിൽ ബാക്കി ജലമൊക്കെ എന്താണ് കുറച്ച് ജലം നമ്മുടെ വൻകുടൽ വഴി പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ബി കൊടുക്കുന്നു. പക്ഷേങ്കിൽ 3 എല്ലാ ഭാഗവും ആഗിരണം ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആഗിരണം എന്ന വാക്ക് വന്നിട്ടുള്ളത് ശരിയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ആഹാരത്തിലെ പോഷകഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് ഭാഗമാണ് ചെറുകുടൽ. അതുപോലെ വില്ലസുകൾ കാണപ്പെടുന്ന ഭാഗമാണ് ചെറുകുടൽ. വില്ലസ് ഇവിടെ കാണപ്പെടുന്ന ചെറുകുടലിൻ്റെ ഭിത്തിയിലാണ് കാണപ്പെടുക. ജലവും ലവണങ്ങളും എന്താണ് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച കാണാൻ കഴിയില്ല. ഈ ലക്ഷണം കാണിക്കുന്ന അപര്യാപ്തത രോഗം ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഏതാണ്? വിറ്റമിൻ എ ആണ്. വിറ്റമിൻ എ ആണ്. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ സാധിക്കാത്തത് വിറ്റമിൻ എ. അതിൻ്റെ അസുഖം ഏതാണെന്ന് അങ്ങനെ പറയുമ്പോഴുള്ള ആ അസുഖത്തിൻ്റെ പേരെന്താണ്? നിശാന്തത എന്നാണ് പറയുക. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കാണാത്തതാണ് നിശാന്തത. അങ്ങനെ പറയും മറ്റൊരു അസുഖം എന്താണ്? വിറ്റമിൻ എയുമായി ബന്ധപ്പെട്ട മറ്റൊരു വൈകല്യമുണ്ട്, മറ്റൊരു അസുഖമുണ്ട്. അതാണത് സിറോഫ്താൽമിയ എന്ന് പറയും അല്ലേ. സിറോഫ്താൽമിയ, അതായത് ഈ കോർണിയ, നമ്മുടെ കണ്ണിലുള്ള കോർണിയ അല്ലെങ്കിൽ കണ്ണ് അല്ലേ, അതിൻ്റെ ഡ്രൈ ആകുന്ന ഉണങ്ങി വരണ്ടു പോകുന്ന അവസ്ഥയുണ്ട്. ഡ്രൈ ആകുന്ന അവസ്ഥ, ഉണങ്ങി വരണ്ടു പോകുന്ന അവസ്ഥയാണത് സിറോഫ്താൽമിയ. ഉണങ്ങി വരണ്ടു പോവുക, അതാണ് സിറോഫ്താൽമിയ എന്ന് പറയും. അപ്പോൾ ഇതെന്താണ്? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ കഴിയാത്ത അസുഖം ഉണ്ടാക്കുന്ന വിറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. അല്ലെ, അസുഖം ഏതാണ്? നിശാന്തത ആണ്. ഓക്കെ അല്ലേ, നിശാന്തതയാണ്. അങ്ങനെ ബിയുടേതോ? B1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതിന് ബെർബറി എന്ന് പറയാം. സി എന്ന് പറയുമ്പോൾ എന്ത് പറയാം? സ്കർവി എന്ന് പറയാം. ഡി എന്ന് പറയുമ്പോൾ എന്ത് പറയാം? കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നും പറയാം. ഓക്കെ, അടുത്ത ചോദ്യം. കേരളത്തിൻ്റെ പ്രധാന വരുമാന സ്രോതസ് ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണ്? ഇതെല്ലാം വരുമാന സ്രോതസ്സാണ് അല്ലേ, അതുകൊണ്ട് നമുക്ക് ഉത്തരം അധികമില്ല. കാപ്പി ഏറ്റവും, നാളികേരമുണ്ട്, കുരുമുളകുമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഉത്തരം അധികം ഇല്ല. നെക്സ്റ്റ്, ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏതാണ്? ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ഏതാണ്? 1988 ആണ്. ദേശീയ വനനയം 1988. ദേശീയ വനനയം 1988 ആണ്. ഓക്കെ, അടുത്തത് റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന, റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? IUCN ആണ്. IUCN. റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? റെഡ് ഡേറ്റ ബുക്ക് എന്ന് പറയുന്നത് എന്താണ്? അതായത് അന്യം നിന്ന് പോകുന്ന ജീവികൾ, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുണ്ടല്ലോ, അവരെ ഉൾപ്പെടുത്തിയേക്കുന്ന ഒരു ലിസ്റ്റാണ് എന്ത്? റെഡ് ഡേറ്റ
ബുക്ക്. അത് അവരെ നമുക്ക് പിന്നെ പ്രത്യേകമായി സംരക്ഷിക്കേണ്ട ചുമതല കൊടുക്കേണ്ടത് കൊണ്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുന്നു, റെഡ് ഡേറ്റ ബുക്കിലാണ് ഉൾപ്പെടുത്തിയേക്കുക. അപ്പോൾ ആ ഒരു സംഘടന അല്ലെങ്കിൽ റെഡ് ഡേറ്റ ബുക്ക് അല്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ ഒക്കെ അവരെയൊക്കെ ക്രോഡീകരിക്കുന്ന ഒരു സംഘടനയാണെന്ത് IUCN. അന്തർദേശീയ സംഘടനയാണ്, അന്തർദേശീയ പരിസ്ഥിതി സംഘടനയാണെന്ത് IUCN. റെഡ് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന അന്തർദേശീയ പരിസ്ഥിതി സംഘടന ഏതാണ്? IUCN ആണ്. അപ്പോൾ റെഡ് ഡേറ്റ ബുക്ക് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ വന്യജീവികളെയൊക്കെ ഉൾപ്പെടുത്തി അവർ ലിസ്റ്റ് ക്രോഡീകരിക്കുന്നതാണ് റെഡ് ഡേറ്റ ബുക്കിലേക്ക് വരിക. ഓക്കെ എന്ന് പറഞ്ഞ് നമുക്കവരെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം എന്ന് അർത്ഥം. നെക്സ്റ്റ്, 2024 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, സൗദി അറേബ്യ. നെക്സ്റ്റ് ചോദ്യം, രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കുവാനായി സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്താണ്? രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് സിംബാബ്വെ പുറത്തിറക്കിയ കറൻസിയുടെ പേരെന്താണ്? ഉത്തരം സിഗ് എന്നാണ്. അടുത്തത്, നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത ഭക്ഷ്യവസ്തുവാണല്ലോ കറിയിപ്പ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് കറിയിപ്പിൻ്റെ രാസനാമം തിരഞ്ഞെടുത്ത് എഴുതുക. കറിയിപ്പിൻ്റെ രാസനാമം ഏതാണ്? സോഡിയം ക്ലോറൈഡ്. NaCl ആണ്. സോഡിയം ക്ലോറൈഡ് NaCl. പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപം ഏതാണ്? ഊർജ്ജ രൂപമാണ്. ഉത്തരം രാസോർജം. നെക്സ്റ്റ് ചോദ്യം, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്രയാണ്? ശബ്ദപരിധി എത്രയാണ്? മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എത്രയാണ്? 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ മാത്രമേ മനുഷ്യനെ കേൾക്കാൻ കഴിയുള്ളൂ. 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിൽ, 20 to 20,000 ഹെർട്സിനിടയിലാണ് മനുഷ്യനെ കേൾക്കാൻ കഴിയുന്ന ശബ്ദം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവരായിരിക്കും. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നുമില്ല. ആറ്റത്തെക്കുറിച്ച് പ്രസ്താവന ശരി തെറ്റും ചോദിച്ചിട്ടുണ്ട്. പ്രസ്താവന വായിക്കുക ആദ്യം, അതിനുശേഷം ശരിയാണോ ഓപ്ഷനിലേക്ക് പിന്നെ പോയിന്റ് വരുന്നു അല്ലേ. ഓപ്ഷൻ എ 1, 3 ശരിയാണ്, B 2, 4 ശരിയാണ്, C എല്ലാം ശരിയാണ്, D എല്ലാം തെറ്റാണ്. ഓപ്ഷൻ ആദ്യം പ്രത്യേകം വായിച്ചതിന് ശേഷം മാത്രമേ ഓപ്ഷനിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ C എല്ലാം ശരിയാണ്. ഓക്കെ, എല്ലാം ശരിയാണ്. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റം എന്ന ചെറുകണങ്ങൾ കൊണ്ടാണ്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും ഉണ്ടാവുന്നതാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതിയതായി നിർമ്മിക്കപ്പെടുന്നില്ല, നശിപ്പിക്കപ്പെടുന്നു അല്ലേ. ആറ്റത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളൊക്കെ തന്നെ ശരിയായവ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, എല്ലാ ധാതുക്കളും അയിരാണ്, എല്ലാ അയിരുകളും ധാതുക്കളാണ്. അയിരും ധാതുക്കളും തമ്മിൽ ബന്ധമില്ല. ഇതും എന്താണ്? അതിൻ്റെ പ്രസ്താവന വായിക്കുക, ഓപ്ഷൻസും വായിക്കുക. 4 ഓപ്ഷൻസും വായിച്ചെങ്കിൽ മാത്രമേ നമുക്കതിലേക്ക് ഉത്തരം എത്താൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഉത്തരം ഏതാണ്? രണ്ടാമത്തെ മാത്രമാണ് ശരി. ഓപ്ഷൻ എ ആണ് ശരി. എല്ലാ അയിരുകളും ധാതുക്കളും ഇല്ല. നമുക്ക് അയിരെന്ന് പറയുമ്പോൾ അലൂമിനിയം എന്ന ധാതു ഇല്ല, അതിൻ്റെ അയിര് ഏതാണ്? ബോക്സൈറ്റ് ആണ് അല്ലേ. അയിര് ബോക്സൈറ്റ്. എല്ലാ അയിരുകളും എന്താണ്? ബോക്സൈറ്റ് എന്ന് പറയും. അപ്പോൾ എല്ലാ അയിരുകളും എന്താണ്? ധാതുക്കളാണ്. ഓക്കെ, അടുത്തത് 2024 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ തീം എന്താണ്? ഉത്തരം ഏതാണ്? ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. 26 കരുതി 24 പഠിക്കാതിരിക്കേണ്ട, അത് വീണ്ടും ചോദിക്കാൻ ചാൻസ്. ഓപ്ഷൻ എ ഉത്തരം. 23 രസതന്ത്ര നോബൽ സമ്മാനം എത്ര പേർക്ക് ലഭിച്ചു? ഉത്തരം ഏതാണ്? 3 പേർക്കാണ് ലഭിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്?
ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? വലിയ ഗ്രന്ഥിയാണ് കരൾ. താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏതാണ്? താഴെ പറയുന്നവയിൽ പ്രോട്ടോസോവ രോഗം ഏതാണ്? പ്രോട്ടോസോവ രോഗമാണ് മലമ്പനി. പ്രോട്ടോസോവ രോഗമാണ് മലമ്പനി. പ്രോട്ടോസോവ രോഗമാണ് മലമ്പനി അല്ലെങ്കിൽ മലേറിയ എന്ന് പറഞ്ഞാലും ശരിയാണ്. മലമ്പനി അല്ലെങ്കിൽ മലേറിയ എന്ന് പറയാം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? പ്രോട്ടീൻ ഏതാണ്? ഉത്തരം ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ ഫൈബ്രിനെ ഫൈബ്രിൻ ത്രെഡ്സ് ആക്കി മാറ്റുന്നു. ഫൈബ്രിനോജൻ എന്ന് പറയുമ്പോൾ ഫൈബ്രിനെ നാരുകളെ ഫൈബ്രിൻ ത്രെഡ്സ് നാര് വലയങ്ങളാക്കി ഫൈബ്രിൻ ത്രെഡ്സുകളാക്കി നാര് കിടക്കുന്നതിനെ ഫൈബ്രിൻ ത്രെഡ്സുകളാക്കി മാറ്റുന്നതാണ് ആര്? ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്രോട്ടീൻസ്. അതിലേക്കാണ് എന്ത് ചെയ്യുക? ഈ ബ്ലഡ് രക്തം കട്ടപിടിക്കുകയല്ലോ ചെയ്യുന്ന ബ്ലഡ് സെൽസ് വന്ന് കയറി അവിടെ കുരുങ്ങിക്കോളും. ഈ ഫൈബ്രിനോജൻ എന്ന് പറയുമ്പോൾ നാല് കൂട്ടമാണ്. ആ കൂട്ടത്തിൽ ഒരു നെറ്റ്വർക്ക് പോലെ വരും ഇല്ലേ, വല പോലെ വന്നിട്ട് ആ വലയിലേക്ക് ബ്ലഡ് ഇങ്ങനെ വരുമ്പോൾ അതിൽ രക്തകോശങ്ങൾ വന്ന് കുരുങ്ങി കിടക്കും. ബാക്കി പ്ലാസ്മ ഇങ്ങനെ ഒഴുകി വരും ഇല്ലേ. ആ ഇനി പറയുന്ന ഒരു വെള്ളം പോലും വരില്ല എന്ന് പറഞ്ഞ എന്താണ്? സിറം എന്ന് പറയും. സിറം നമ്മൾ മുറിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തുറന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അല്ലേ ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി വരും മഞ്ഞ കളറിൽ. എന്താണ്? സിറമാണ്. അപ്പോൾ രക്തകോശങ്ങൾ എന്താണ് ഇവിടെ ഇങ്ങനെ കുരുങ്ങി കിടക്കുന്നു. ബാക്കി പ്ലാസ്മ ഇങ്ങനെ ഒഴുകി പുറത്തേക്ക് പോകും കേട്ടോ. അപ്പോൾ എന്താണ്? ഫൈബ്രിനോജൻ എന്ത് ചെയ്യുന്നത്? രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ശരിക്കും എന്താ ചെയ്യുക? ഫൈബ്രിൻസിനെ ഫൈബ്രിൻ ഉണ്ടാകുന്നു. ഫൈബ്രിൻ ത്രെഡ്സ് ആക്കി മാറ്റും അവർ. അപ്പോഴെന്ത് ചെയ്യും? രക്തകോശങ്ങൾ വന്നവിടെ കുരുങ്ങിക്കിടക്കുന്നു. അതുകൊണ്ടാണ് രക്തം കട്ടുപിടിക്കാൻ സഹായിക്കുന്ന പ്രോട്ടീൻസ് ഏതാണ്? ഫൈബ്രിനോജൻ അല്ലേ. ഫൈബ്രിനോജൻ. ഒരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ നിന്ന് വരുന്നുണ്ട്. പ്ലാസ്മ പ്രോട്ടീൻസ് ഏതൊക്കെയാണ് ഇല്ലേ? പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെ? 3 എണ്ണം. ഏതൊക്കെയാണ് 3 എണ്ണം? 1 ആൽബുമിൻ, ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ അല്ലേ. ഗ്ലോബുലിൻ, ആൽബുമിൻ, ഫൈബ്രിനോജൻ 3 എണ്ണമുണ്ട്. പ്ലാസ്മ പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? പ്ലാസ്മയിൽ കാണുന്ന പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്? ഗ്ലോബുലിനും ആൽബുമിനും ഫൈബ്രിനോജൻ. അതിൽ ഫൈബ്രിനോജൻ എന്ത് സഹായിക്കാൻ? രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത്. ഫൈബ്രിനോജനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത്. അടുത്ത ചോദ്യം. മസ്തിഷ്കത്തിലെ വൈദ്യുതരംഗങ്ങളെ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? മസ്തിഷ്കത്തിലെ തലച്ചോറിലെ വൈദ്യുതരംഗങ്ങളെ രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? EEG ആണ്. ഇലക്ട്രോ എൻസെഫലോഗ്രാം. EEG ആണ്. ഇലക്ട്രോ എൻസെഫലോഗ്രാം. മസ്തിഷ്കം നമ്മുടെ തലച്ചോറ് ഇല്ല. തലച്ചോറ് ഇലക്ട്രോ എൻസെഫലോഗ്രാം EEG ആണ്. അടുത്തത്. രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതിയുടെ പേരെന്താണ്? രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതി. ചോദ്യം എന്താണ്? കർമ്മ പദ്ധതിയാണ് ചോദിച്ചേക്കുന്നത്. കർമ്മ പദ്ധതി ഏതാണ്? കർമ്മ പദ്ധതി. ഉത്തരം ഏതാണ്? കാർസാപ്പ്. കർമ്മ പദ്ധതിയാണ് കാർസാപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏതാണ്? സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാത ഏതാണ്? ഉത്തരം എന്താ പറയുക? ഉത്തരം പ്ലാസ്മോഡെസ്മേറ്റ. അവിടെ ഓർക്കാം നമുക്ക്. സസ്യകോശം എന്ന് പറഞ്ഞാൽ അല്ലേ, അവിടെ പ്രോട്ടോപ്ലാസം ഉണ്ട്. പ്രോട്ടോപ്ലാസം അതായത് കോശം എന്ന് പറയുമ്പോൾ നമ്മുടെ സെല്ല് കോശം. സസ്യകോശമായാലും ജന്തുകോശമായാലും ഇല്ലേ. സസ്യകോശം അടുത്ത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, വരയ്ക്കുന്നില്ല ഉണ്ടാവും. അപ്പോൾ ഇവിടെ അടുത്ത കോശങ്ങൾ ബന്ധിപ്പിക്കുന്ന പാത ഏതാണ്? പ്രോട്ടോപ്ലാസം എന്ന് പറയാം. പ്ലാസ്മോഡെസ്മേറ്റ. ഈ സസ്യകോശത്തിനകത്ത് കാണപ്പെടുന്ന ആണെന്ത്? വെള്ളം പോലെ അല്ലേ, ദ്രാവകരൂപമാണെന്ത്? പ്രോട്ടോപ്ലാസം എന്ന് പറയാം. അങ്ങനെ ഓർക്കുമ്പോൾ ആ വാക്ക് നമുക്ക് കിട്ടിയതാണ് പ്ലാസ്മോഡെസ്മേറ്റ കിട്ടും. മനസ്സിലായി? അപ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷനാണ് പോകുന്നത്. ഇതിനകത്തുള്ള ഈ സാധനമാണ് എന്ത് ചെയ്യുക? അപ്പുറത്തെ സെല്ലിലേക്ക് പോവുക. അതാണ് പ്രോട്ടോപ്ലാസം. അങ്ങോട്ട് പോവുക, അടുത്ത സെല്ലിലേക്ക് പോവുക. ഓക്കെ. അപ്പോൾ അത് ഒന്ന് പറയാം പ്ലാസ്മോഡെസ്മേറ്റ. അങ്ങനെ നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റും. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന
കോശദ്രവ്യ പാത ഏതാണ്? പ്ലാസ്മോഡെസ്മേറ്റ്. ഇത് ബയോളജി അല്ലെങ്കിൽ ബോട്ടണി സയൻസ് അറിയാത്ത ഒരാൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റും. പ്ലാസ്മോഡെസ്മേറ്റ് എന്ന് പറഞ്ഞാൽ ഏത് കോശമാണ്? എന്തുകൊണ്ട്? പ്രോട്ടോപ്ലാസമുണ്ട്, കോശദ്രവ്യമുണ്ട് അല്ലേ? അതാണ് അടുത്ത കോശങ്ങളിലേക്ക് പോവുക. അതിനൊരു പാത വേണമല്ലോ. അതാണ് ഇപ്പോൾ എന്ത്? പ്ലാസ്മോഡെസ്മേറ്റ്. ഇത് സിമ്പിളായി പറയാം നമുക്ക്. സസ്യകോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യ പാതയാണെന്ത്? പ്ലാസ്മോഡെസ്മേറ്റ്. അടുത്ത ചോദ്യം, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി ഏതാണ്? ഉത്തരം നെഗ്ലേറിയ ഫൗലേറി. നെഗ്ലേറിയ ഫൗലേറി. എൻസെഫലൈറ്റിസ്. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്, നെഗ്ലേറിയ ഫൗലേറി അല്ലേ? ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.